ബോളിവുഡ് നടൻ രൺവീർ സിംഗിനെ വിലക്കി സിനിമാ സംഘടന ഫെഡറേഷൻ ഓഫ് വെസ്റ്റേൺ ഇന്ത്യ സിനി എംപ്ലോയീസ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താണ് നിങ്ങളുടെ പ്രശ്നം? പറ. ഡോൺ 3 സിനിമയെ ചൊല്ലി രൺവീറും ഫർഹാൻ അക്തറും തമ്മിലുള്ള തർക്കത്തിലാണ് നടപടി. ഇതിപ്പോ സത്യത്തിൽ എന്താ സംഭവിച്ചത്? എനിക്കങ്ങോട്ട് ക്ലിയർ ആയില്ല. 45 കോടി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുള്ള തർക്കം പരിഹരിക്കും വരെ രൺവീറുമായി ആരും സഹകരിക്കരുത് എന്ന നിർദ്ദേശമുണ്ട്. വിശദാംശങ്ങൾ. മുഖത്ത് ഞെട്ടലാണെങ്കിലും ഉള്ളിൽ നല്ല സന്തോഷമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അത് കാണിച്ചോ? ഇനി നീ എങ്ങാനും രഞ്ജിനി, ഡോൺ 3 എന്ന സിനിമയുമായുള്ള സിനിമയെ ചൊല്ലിയുള്ള തർക്കമാണ് ഇപ്പോൾ രൺവീർ സിംഗിനെ വിലക്കുന്നതിലേക്ക് നീണ്ടിരിക്കുന്നത്. ഇതൊന്ന് റെഡിയായി വരാൻ കുറച്ച് സമയമെടുക്കും. അയ്യോ, പതുക്കെ മതി. ഇനിയോട്ട് റെഡിയായില്ലേലും വലിയ പ്രശ്നമൊന്നുമില്ല. ഫെഡറേഷൻ ഓഫ് വെസ്റ്റേൺ ഇന്ത്യ സിനി എംപ്ലോയീസ് ആണ് രൺവീർ സിംഗിനുമായി സഹകരിക്കരുത് എന്ന് സിനിമാ മേഖലയിലുള്ളവർക്ക് നിർദ്ദേശം നൽകിയത്. ഞാൻ വളർത്തിയെടുത്ത ഒരു സാധനമുണ്ട്. എന്നതാ? എന്റെ സ്വപ്നങ്ങൾ അതെല്ലാം തകർത്ത് കളഞ്ഞില്ലേ നിങ്ങൾ? ഇത് കര വേറെ മനെ. ഈ സിനിമയിൽ നിന്ന് അവസാന നിമിഷം രൺവീർ സിംഗ് പിന്മാറി. ഒരു കാര്യം ചെയ്യ്, ഞാനില്ല, നിങ്ങൾ കളിച്ചോ എന്നാണ് ഈ സംഘടന ആരോപിക്കുന്നത്. എന്താണ് ഒരു മനുഷ്യ പറ്റില്ലാതെ. തുടർന്ന് ഈ സിനിമയുടെ നിർമ്മാതാവും നടനുമായ ഫർഹാൻ അക്തറിന് ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായി. അപ്പൊ പിന്നെ എന്റെ ഗതി പുൻസിർത്തിടിച്ച് ചോര ചൊപ്പിച്ച നല്ല കാര്യം തിരിച്ചു വരുമോ? അതിന് നഷ്ടപരിഹാര തുക നൽകണം എന്നത് സംഘടന നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. വെറുതെ ആൾക്കാരെ കൊണ്ട് ചിരിപ്പിക്കണ്ട. ഏതായാലും സംഗതി ആകെ പ്രശ്നം തന്നെയാണ്. ഫർഹാൻ അക്തർ ഇക്കാര്യത്തിൽ ഒരു പരാതി സംഘടനയ്ക്ക് നൽകിയിരുന്നു. അതിനെ തുടർന്നാണ് സംഘടന ഇക്കാര്യത്തിൽ ഇടപെട്ടത്. അപ്പൊ ഇവിടെ ആർക്കും എന്നെ വിശ്വാസമില്ലേ? എങ്ങനെ വിശ്വസിക്കും? ശരി, എങ്ങനെ വിശ്വസിക്കും? എന്നാൽ ഈ നഷ്ടപരിഹാരം നൽകാൻ ഇപ്പോഴും രൺവീർ സിംഗ് തയ്യാറായിട്ടില്ല. 45 കോടി രൂപയാണ് നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ടിരുന്നത്. എന്തൊരിത് ഇങ്ങനെയുണ്ടോരിത്, അല്ലെങ്കിൽ തന്നെ ആകെ ഒരു ഇതായിട്ട് ഇരിക്കപ്പെടരുത്. അതുകൊണ്ട് ആ തർക്കം പരിഹരിക്കും വരെ രൺവീർ സിംഗുമായി ആരും സഹകരിക്കരുത് എന്നതാണ് സംഘടന അംഗങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അയ്യോ, ഞാൻ ഇതിനൊക്കെ പക്ഷെ ഞാൻ ഇപ്പോഴും പറയണ സജിയേട്ടാ, ഇവിടെ സേഫ് അല്ല.